നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് ഞങ്ങള് കണക്കാക്കിയതാ നീ മരിച്ചതായിട്ട്. ഇറങ്ങി പൊടി വിടുന്നു, അല്ലെ പട്ടി അയച്ചുകൊണ്ട് ഞാൻ നിന്നെ കടിപ്പിക്കും. ഇറങ്ങി എടി പൊടിന്നൊക്കെ അങ്ങ് മോളെ വിളിച്ചാൽ മതി. ഞാനിപ്പം മുന്താസ്യമാരി. ആനന്ദ യോഗീശ്വരി കുടിയിരിക്കുന്ന മച്ചിന്റെ കീഴെ വന്നിട്ട് അന്യ മതക്കാരിയായി നീ എന്ത് ധൈര്യത്തിലടി സംസാരിക്കുന്നത്? ഇറച്ചി മീനും തിന്നുന്ന രാക്ഷസ ജന്മം. ഇറങ്ങി പൊടി വിടുന്നു. അതെ, ആ റോഡിന്റെ അരികെ കിടക്കുന്ന 17 സെന്റ് വസ്തുവേ എന്റെ പേർക്കാന്നറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിൽ മതില് കെട്ടി ഇറച്ചിക്കട തുടങ്ങാൻ പോവാ. അതൊന്നും ഇവിടെ പറ്റത്തില്ല. അത് എന്റെ പേര് കിടക്കുന്ന വസ്തുവാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. എടി, ആ വസ്തുവിൽ കൊണ്ടുവന്ന് മാടിനെ അറുത്താൽ നീ മുടിഞ്ഞു പോകും. അപ്പോഴേ ആ 17 സെന്റിലെ കിണർ നിൽക്കുന്നു. ഞാൻ മതിൽ കെട്ടുമ്പോൾ കിണറോട് എന്റെ കൂടെ അങ്ങ് വരും. വെള്ളം കിട്ടത്തില്ല, വേണമെങ്കിൽ വേറെ കിണർ കുത്തിക്കണം. അത്രയും പറയാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഒന്നോർത്തു, ഗോമാതാവിന്റെ മാംസം വെച്ചിട്ട് നീ എങ്ങനെ കേമത്തിയാവുമെന്ന് എനിക്കറിയണം. ശാപം മേടിച്ച് തലയ്ക്ക് മുകളിൽ വെച്ചോ. നീ നിൽക്കുന്നിടം മുടിഞ്ഞു പോകും. പൊടി കൊടുക്കും. ഗോമാതാവിന്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ. കുരുമുളക് ചതച്ച് ചേർത്ത് വരട്ടി ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ. അപ്പൊ മതിലിന്റെ പണി ഞാൻ നാളെ തുടങ്ങും. മനുഷ്യനെ കൊതിപ്പിച്ച് കൊല്ലാനായിട്ട് എത്ര നാളായി. വായിക്ക് രുചിയായിട്ട് ഇച്ചിരി ഇറച്ചി കഴിച്ചിട്ട്. അച്ഛാ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടേ. കറി എന്തു വഴി? സാമ്പാറും പച്ചടിയും പപ്പടവും. എന്റെ പട്ടിക്ക് വേണം നിന്റെ പപ്പടും പച്ചടിയും.